നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മത്തൻ ഉപയോഗിച്ച് ഒരു തോരൻ തയ്യാറാക്കാം. ഇത് നല്ല പഴുത്ത മത്തനാണ്. ഇതിൻ്റെ തൊലിയെല്ലാം നല്ല കട്ടിയുണ്ട്, ചള്ളല്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ തോരൻ വെക്കുന്നത് നോക്കാം. ഇനി ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം. നല്ല വാറുണ്ട്, നമുക്ക് നോക്കാം. ഇങ്ങനത്തെ മത്തനെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ നമ്മൾ പായസം വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും പായസം വെച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായി മുറിച്ചിടാം. ഇതേപോലെ മുറിച്ചിടും. ഇത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കനത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. കഴുകി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി. ഇതിൽ അരവരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് വേവിക്കാൻ വെക്കാം. മൂടി വെക്കാം. മത്തൻ വെന്തോ നോക്കാം. മത്തൻ നന്നായി വെന്തിട്ടുണ്ട്. നല്ലോണം ഉടഞ്ഞു പോകാൻ പാടില്ല, ഇതേപോലെ കിട്ടണം. ഇനി നമുക്കിതിൽ ചെറിയൊരു പരിപാടി കൂടിയുണ്ട്, അത് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്. ഇത് പിരിയൻ മുളകാണ്, അത് എരിവൊന്നും ഇല്ലാത്തതാണ്. കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. നാളെ നോക്കാം. ഇതായി നല്ല വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം. മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ രുചികരമായ തോരൻ റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.